പ്രിയപ്പെട്ട കുട്ടികളെ, പ്ലസ് ടു ഫിസിക്സിലെ 5ാമത്തെ ചാപ്റ്ററായ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന അധ്യായത്തിലെ 2ാമത്തെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ മാഗ്നറ്റിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നും ഒരു മാഗ്നറ്റിക് ഡൈപോൾ എന്താണ്, മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് എന്താണ്, അതുപോലെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള വളരെയധികം സാദൃശ്യമുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി. മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഡൈപോളിന് അനുഭവപ്പെടുന്ന ടോർക്കിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ് നിർത്തിയത്. ടോർക്ക് ഓൺ എ ഡൈപോൾ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും. അതിൻ്റെ ഇക്വേഷൻ ദാറ്റ് ഈസ് ടോ ഈസ് ഈക്വൽ ടു mb sin θ. ഇന്ന് നമ്മൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു ഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഓസിലേഷൻസ് ഓഫ് എ മാഗ്നറ്റിക് ഡൈപോൾ പ്ലേസ്ഡ് ഇൻ ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. അതിന് ടേണിംഗ് എഫക്റ്റ് ഉണ്ടാവും, അതായത് ടോർക്ക് ഉണ്ടാവും ഒരു മാഗ്നറ്റിക് ഡൈപോളിന് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ എന്ന് നമ്മൾ മനസ്സിലാക്കി. സോ വാട്ട് ആർ ദ ഓസിലേഷൻസ്, അതിൻ്റെ നേച്ചറിനെ കുറിച്ചും അതിൻ്റെ ടൈം പീരീഡിനെ കുറിച്ചുമാണ്, ആ ടോർക്ക് കാരണം ഉണ്ടാവുന്ന ഓസിലേഷനെ കുറിച്ചാണ് നമ്മളിതിൽ മനസ്സിലാക്കാൻ പോകുന്നത്. സോ ടോർക്കിൻ്റെ ഇക്വേഷനിലാണ് നമ്മൾ തുടങ്ങുന്നത്. ടോ ഈസ് ഈക്വൽ ടു mb sin θ ആണ് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ആൻഡ് ഫോർ എ സ്മോൾ ഓസിലേഷൻ when theta is very small, when theta is small you can say sin theta is approximately equal to theta. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. sin theta approximately equal to theta. So we can say this equation will become tau is equal to mb into theta. That is equation 1. കഴിഞ്ഞ വർഷം റൊട്ടേഷണൽ മോഷൻ എന്നുള്ള ചാപ്റ്ററിൽ നിങ്ങൾ ടോ ഇസ് ഈക്വൽ ടു ഐ ആൽഫ എന്നുള്ളൊരു ഇക്വേഷൻ പഠിച്ചത് ഓർമ്മിക്കുന്നുണ്ടാവും. ടോ ഇസ് ഈക്വൽ ടു ഐ ആൽഫ, വേർ ഐ ഇസ് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആൻഡ് ആൽഫ ഇസ് ദ ആംഗുലർ ആക്സിലറേഷൻ. ഓർമ്മയുണ്ടാവും. ആൽഫ ആംഗുലർ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ തീറ്റയാണ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്, ഒമേഗയാണ് ആംഗുലർ വെലോസിറ്റി, ദാറ്റ് ഈസ് ഡി തീറ്റ ബൈ ഡി ടി, ആൻഡ് ആൽഫ ആംഗുലർ ആക്സിലറേഷൻ ഈസ് ഡി ഒമേഗ ബൈ dt, that is equal to d square theta by dt square. ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഞാൻ ആൽഫയ്ക്ക് പകരം d square theta by dt square എന്നുള്ള ഇക്വേഷൻ റൊട്ടേഷണൽ മോഷനിലെ ഇക്വേഷൻ ഇവിടെ കൊടുക്കുകയാണ്. that is I into d square theta by dt square. ടോർക്കിനുള്ള 2ാമത്തെ ഇക്വേഷൻ, നമ്മൾ മുമ്പ് പഠിച്ച ഇക്വേഷൻ. ഈ രണ്ട് ഇക്വേഷൻസും കൂടെ നമ്മൾ ഇക്വേറ്റ് ചെയ്യാൻ പോകുന്നു. that is mb theta is equal to, ലെഫ്റ്റ് സൈഡിൽ രണ്ടും ടോർക്ക് ആയതുകൊണ്ടാണ് റൈറ്റ് സൈഡ് ഇക്വേറ്റ് ചെയ്യുന്നത്. mb theta is equal to I d square theta by dt square. ഈ I d square theta ഇങ്ങോട്ട് എടുക്കുകയാണ്. mb theta മൈനസ് തിരിച്ചെടുക്കാം, ഇത് അങ്ങോട്ട് എടുക്കാം. I d square theta by dt square മൈനസ് mb theta is equal to 0 അല്ലേ? രണ്ടും കൂടെ ഒന്നിച്ച് ആക്കി മാറ്റി. ഇനി ഐ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓരോ ടേമിനെയും ഐ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ മൈനസ് എം ബി ബൈ ഐ തീറ്റ ഇസ് ഈക്വൽ ടു 0. ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടും. ഈ ഇക്വേഷൻ ശ്രദ്ധിച്ച് നോക്കാം. അതായത് ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ മൈനസ് എം ബി ബൈ ഐ തീറ്റ ഇസ് ഈക്വൽ ടു 0 എന്നാണ് കിട്ടിയത്. കഴിഞ്ഞ വർഷം പഠിച്ച മറ്റൊരു ഇക്വേഷനുമായിട്ട് ഇതിന് വളരെയധികം സാദൃശ്യമുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല. നിങ്ങൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും. ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ വൈ ഇസ് ഈക്വൽ ടു 0. ഇതൊരു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഇക്വേഷൻ ആയിരുന്നു. അപ്പൊ ഈ ഇക്വേഷനും കൂടെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ വൈയുടെ സ്ഥാനത്ത് ഇവിടെ തീറ്റയാണ്. രണ്ട് ഇക്വേഷനിലും വൈയുടെ സ്ഥാനത്ത് തീറ്റയാണുള്ളത്. ഒമേഗ സ്ക്വയറിന്റെ സ്ഥാനത്ത് അപ്പോൾ എം ബി ബൈ ഐ എന്ന് നമുക്ക് വരുന്നു. അതാണ് ഞാനിവിടെ എഴുതുന്നത്. ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു എം ബി ബൈ ഐ. രണ്ട് ഇക്വേഷനും കൂടി കമ്പയർ ചെയ്യുന്നു. ഈ ഇക്വേഷൻ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഇക്വേഷനുമായിട്ട് സിമിലർ ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കിട്ടിയത്. സോ ഒമേഗ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എം ബി ബൈ ഐ. ഓക്കെ, ഇനി നമുക്ക് ടൈം പീരീഡിലുള്ള ഇക്വേഷൻ നമുക്കറിയാം. ടി ഇസ് ഈക്വൽ ടു 2π ബൈ ഒമേഗയാണ്. സോ ടൈം പീരീഡിലുള്ള ഇക്വേഷൻ അപ്പം ഇങ്ങനെ ആയിട്ട് മാറുന്നു. 2π by omega, that is root of mb by I, or we can also say that time period t is equal to 2π into ഇത് തിരിഞ്ഞു വരുന്നു. so root of I by mb. This is the equation for the time period of oscillation of a magnetic dipole which is placed in an external magnetic field. External magnetic field il vechal magnetic dipole no torque undavu, adu
ഓസിലേറ്റ് ചെയ്യും. ഓസിലേറ്റ് ചെയ്യുമ്പോഴുള്ള ടൈം പീരീഡുള്ള ഇക്വേഷനാണ് നമുക്ക് കിട്ടിയത്. ടി ഈസ് ഈക്വൽ ടു 2π × √I/mv. ഐ എന്തായിരുന്നു? കറണ്ട് അല്ല, കറണ്ടിന് ഇവിടെ ഒരു റോളും ഇല്ല. ഇറ്റ് ഈസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡയമെൻഷൻസ് ഓഫ് ദ മാഗ്നറ്റിക് ഡൈപോൾ. ഒരു ബാർ മാഗ്നറ്റ് ആണ് ഉള്ളത് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ നീളം, അതിൻ്റെ വീതി, അതിൻ്റെ തിക്നെസ്, അതിനൊക്കെ ആയിരിക്കും മൊമെന്റ് ഓഫ് ഇനർഷ്യ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ആണ് എം. B is the external magnetic field in which it is placed. So this is the equation for time period of a magnetic dipole which is oscillating in an external magnetic field. Okay. ഇനി നമ്മൾ ഇതേമാതിരി മാഗ്നറ്റിക് ഡൈപോളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ പഠിക്കുകയാണ്. ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ മാഗ്നറ്റിക് ഡൈപോൾ. പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ മാഗ്നറ്റിക് ഡൈപോൾ which is kept in a magnetic field. PE of a magnetic dipole. Potential energy of a magnetic dipole. നിങ്ങൾക്കറിയാം പൊട്ടൻഷ്യൽ എനർജി ഈസ് ഓൾവേസ് ഈക്വൽ ടു വർക്ക് ഡൺ, അല്ലെങ്കിൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു എനർജി ആണെന്ന് അറിയാം. വർക്ക് ഡൺ ഈസ് ഓൾവേസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ്, F.S അല്ലെങ്കിൽ F.D നമുക്ക് പറയാൻ പറ്റും. ഇവിടെ വർക്ക് ഡണ്ണിനാണ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് ഇക്വേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് U. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു, ഇത് ടേൺ ചെയ്യാണ്, റൊട്ടേറ്റ് ചെയ്യാണ്. റൊട്ടേഷണൽ മോഷനിൽ ഫോഴ്സിന് അനലോഗസ് ആയിട്ട് വരുന്നത് ടോർക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെ. ഫോഴ്സിന് അനലോഗസ് ആയിട്ട് റൊട്ടേഷൻ മോഷനിൽ ടോർക്കാണ്. അപ്പൊ ടോ ഡോട്ട് ഡിസ്പ്ലേസ്മെന്റിന് പകരം റൊട്ടേഷണൽ മോഷനിൽ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഉണ്ടാവുന്നത്. ലീനിയർ മോഷന് പകരം റൊട്ടേഷണൽ മോഷനിൽ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഉണ്ടാവുന്നത്. അപ്പൊ എസ് എന്നുള്ള അല്ലെങ്കിൽ ഡി എന്നുള്ള അല്ല വേണ്ടത്, പകരം ഡി തീറ്റ, സ്മോൾ ആംഗിൾ ടേൺ, ദാറ്റ് ഈസ് ഡി തീറ്റ. അപ്പം വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് എന്ന് നമ്മൾ ലീനിയർ മോഷനിൽ പറയുന്നതിന്റെ റൊട്ടേഷണൽ അനലോഗ് ആണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. യു വിച്ച് ഈസ് പൊട്ടൻഷ്യൽ എനർജി വിച്ച് ഈസ് ഈക്വലന്റ് ടു വർക്ക്, ദാറ്റ് ഈസ് ഈക്വൽ ടു ടോ ഇൻടു ഡി തീറ്റ. സോ അതിന്റെ ടോട്ടൽ വാല്യൂ കാണാൻ വേണ്ടിയിട്ട് ഇത് ഡി യു ആയിരിക്കും. ടോട്ടൽ വാല്യൂ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ടോർക്കിന്റെ ഇക്വേഷൻ നമുക്കറിയാം, എം ബി സൈൻ തീറ്റ ഡി തീറ്റ. That is equal to mb integral sin theta d theta. Integral sin theta നിങ്ങൾക്കറിയാം cos theta ആണ്, minus cos theta ആണ്, that is minus mb cos theta, or that is equal to minus m dot b. This is the equation for potential energy of a magnetic dipole which is placed in a magnetic field, external magnetic field. And when will be the potential energy the maximum and minimum? P യുടെ maximum minimum കേസ് നമുക്ക് നോക്കാം. When theta is equal to 0, cos 0 1 ആയി വരും. അപ്പോൾ u is equal to minus m dot b അല്ലെങ്കിൽ minus mb എന്ന് വരും. m into b into cos 0 വരുന്നു, minus mb. This is the case when theta is potential energy is minimum. Theta 0 ആകുമ്പോൾ potential energy minimum ആകുന്നു, minus mb, that is the stable condition. This is the potential energy minimum ആകുമ്പോഴാണ് ഏത് വസ്തുവും stable ആവുന്നത്. So theta is equal to 0 ആകുമ്പോൾ u minus mb ആണ്, minimum p ആണ്, that is the stable condition. And when theta is equal to 90 അല്ല, theta is equal to 180 ആകുമ്പോൾ cos 180 വരും. cos 180യുടെ വാല്യൂ -1 ആണ്. അപ്പോൾ മൈനസ് ഓഫ് മൈനസ് mb എന്ന് വരുമ്പോൾ പ്ലസ് mb വരും. So u is equal to plus mb, that is a maximum condition for potential energy, maximum value of potential energy, which is the unstable condition. Unstable condition. So these are the conditions for stable and unstable equilibrium of a magnetic dipole which is placed in an external magnetic field. ഇത് എങ്ങനെയാണ് ഇരിക്കുക നമുക്കൊന്ന് നോക്കാം. എങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് സ്റ്റേബിളും അൺസ്റ്റേബിളും ആവുന്നത് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അതൊരു മാഗ്നറ്റിക് ഡൈപോള് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ഡൈപോൾ NS, ഒരു ബാർ മാഗ്നറ്റ് which is kept in an external magnetic field. ഇപ്പം ഇവിടെ ഒരു N വെച്ചിട്ടുണ്ട്, ഇവിടെ ഒരു S വെച്ചിട്ടുണ്ട്. ഇതാണ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. അതിനകത്താണ് ഈ ഡൈപോൾ വെച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ എമ്മും ബിയും തമ്മിലുള്ള ആംഗിൾ ആണ് നോക്കേണ്ടത്. ബിയുടെ ഡയറക്ഷൻ എപ്പോഴും നോർത്ത് ടു സൗത്ത് ആണ്. അതായത് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇപ്പോൾ ഇങ്ങോട്ടാണ്, നോർത്ത് ടു സൗത്ത് ആണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമ്മൾ മാർക്ക് ചെയ്യും. ഇനി എമ്മിന്റെ ഡയറക്ഷൻ, മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ദാറ്റ് ഈസ് ഓൾവേസ് മാർക്ക് ഫ്രം സൗത്ത് ടു നോർത്ത്. അതായത് ഇവിടുന്ന് ഇങ്ങോട്ടാണ് എമ്മിന്റെ ഡയറക്ഷൻ. ഈ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്.
അപ്പോൾ ഇവിടെ എമ്മും ബിയും തമ്മിലുള്ള ആംഗിള് 0 ആണ്, സെയിം ഡയറക്ഷനിലാണ്. തീറ്റ 0 ആവുമ്പോൾ സ്റ്റേബിൾ ആണ്, -mb ആണ്, പൊട്ടൻഷ്യൽ എനർജി മിനിമം ആണ്, സ്റ്റേബിൾ ആണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ അതൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ n ആണ്, ഇവിടെ s ആണ്, ഇത് തമ്മിൽ അട്രാക്ഷൻ ആണ് ഉണ്ടാവുക. അതേമാതിരി ഇപ്പുറത്തെ s ഇപ്പുറത്തെ n, ഇത് തമ്മിൽ ഓപ്പോസിറ്റ് പോൾസ് തമ്മിൽ അട്രാക്ഷൻ ആയിരിക്കും. ഏറ്റവും അധികം സ്റ്റേബിൾ ആയിട്ട് ഇത് നിൽക്കുന്ന കണ്ടീഷൻ ആയിരിക്കും. അത് തന്നെയാണ് നമുക്കിവിടെ പൊട്ടൻഷ്യൽ എനർജിയുടെ ടേമിലും കിട്ടിയത്. ഇനി തിരിച്ചൊന്ന് നോക്കാം. ഇതേ മാഗ്നറ്റിക് ഡൈപോൾ ഇങ്ങനെയുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചു, n ഇവിടെയും s ഇവിടെയും. ഇപ്പം ബിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, n to s, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. മാഗ്നറ്റിക് മൊമെന്റിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, സൗത്ത് ടു നോർത്ത്. അപ്പം എമ്മും ബിയും തമ്മിലുള്ള ആംഗിൾ 180 ആണ്. എമ്മും ബിയും തമ്മിൽ 180 ഡിഗ്രിയാണ്. തീറ്റ 180 ഡിഗ്രി ആവുമ്പോൾ നമ്മൾ പറഞ്ഞു മാക്സിമം പൊട്ടൻഷ്യൽ എനർജിയാണ്, അൺസ്റ്റേബിൾ ആണ്. നോക്കൂ, ഇവിടെ എന്നും എന്നും അടുത്താണ് വരുന്നത്, അടുത്തടുത്താണ് വരുന്നത്. അപ്പോൾ അത് റിപ്പൽ ചെയ്യും തീർച്ചയായിട്ടും, ഇത് അവിടുന്ന് ടേൺ ചെയ്യാൻ ശ്രമിക്കും. അതേമാതിരി ഇവിടെ എസ്സും എസ്സും അടുത്താണ് വരുന്നത്, അതും റിപ്പൽ ചെയ്യും. സോ ദിസ് ഈസ് ദ അൺസ്റ്റേബിൾ കണ്ടീഷൻ ആൻഡ് when theta is equal to 0 that is a stable equilibrium. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫിസിക്കൽ മീനിങ്. നമ്മളിങ്ങനെ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം മിനിമം എന്ന് പറയുന്നതിൻ്റെ ഫിസിക്കൽ ആയിട്ടുള്ള മീനിങ് ഇങ്ങനെയാണ് വരും. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് പോർഷനിലേക്ക് പോവാം. ഇറ്റ് ഈസ് അബൌട്ട് magnetic field lines. Magnetic field lines. നിങ്ങൾ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ അത് തന്നെയാണ് പറയുന്നത്, പക്ഷേ ലൈൻസ് ഓഫ് ഫോഴ്സ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല. കാരണം ഈ ലൈൻസ് ഇലക്ട്രിക് മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഡയറക്ഷൻ കാണിക്കാത്തതുകൊണ്ട് നമ്മൾ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല എന്നേ ഉള്ളൂ. ചില പുസ്തകങ്ങളിൽ അങ്ങനെയുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്നാണ് കുറിച്ചിട്ടുള്ളത്. ദേ ആർ ക്ലോസ്ഡ് കർവ്സ് വിച്ച് ഷോസ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ് നമ്മൾ പൊതുവായിട്ട് നമുക്ക് പറയാൻ പറ്റുക. ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ കാര്യത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇറ്റ് ഈസ് ദ പാത്ത് ത്രൂ വിച്ച് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വുഡ് മൂവ് എന്ന് പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം ഒരു യൂണിറ്റ് നോർത്ത് പോൾ എന്നൊരു സാധനം ഇല്ല. ഒരു സിംഗിൾ നോർത്ത് പോൾ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം സിംഗിൾ നോർത്ത് പോൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ എനിവേ ഒരു ബാർ മാഗ്നറ്റിന്റെ ഫീൽഡ് ലൈൻസ് വരച്ചാൽ അതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഒരു NS ബാർ മാഗ്നറ്റിന്റെ ഫീൽഡ് ലൈൻസ് ദേ വിൽ ബി ക്ലോസ്ഡ് കർവ്സ്. ഇവിടുന്ന് സാധാരണ ഇങ്ങനെ പുറമേയുള്ള ഡയറക്ഷൻ ഇങ്ങനെ കാണിക്കും, ഉള്ളിൽ കൂടെ ആക്ച്വലി ഇത് കംപ്ലീറ്റ് ആവുന്നുണ്ട്, ഉള്ളിൽ കൂടി ഇത് കംപ്ലീറ്റ് ആവുന്നുണ്ട്. അപ്പൊ എവിടെ തുടങ്ങി എവിടെ ഒരു ക്ലോസ്ഡ് പാത്തിന് എവിടെ തുടങ്ങി എവിടെ അവസാനിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ സാധാരണയായിട്ട് ഡയറക്ഷൻ അടയാളപ്പെടുത്തുക നോർത്ത് നിന്ന് സൗത്തിലേക്കാണ് ഇതിന്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്യുക. അപ്പൊ ഇതിങ്ങനെ കുറേ ഇങ്ങനെ വരയ്ക്കാം. പണ്ട് ഒരു പ്രാക്ടിക്കൽ എക്സ്പെരിമെന്റ് ആയിരുന്നു, ഇപ്പൊ അതൊക്കെ ഒഴിവാക്കി. ഈ ഭാഗത്ത് ഇങ്ങനെ ഉണ്ടാവും, വലിയ കർവ്സ് ആയിട്ട് പോവും. ഇവിടെയും ഇങ്ങനെ വിതൗട്ട് ടച്ചിങ് ഈച്ച് അതർ. ഇങ്ങനെയാണ് ഒരു ബാർ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കും. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് ഇതിന്റെ പ്രോപ്പർട്ടീസ് അത് നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. So magnetic field lines are closed curves, അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്ക്, closed curves whose tangents gives the direction of magnetic field at that point. ഇതിന്റെ ടാൻജന്റ് എവിടെ വരയ്ക്കുന്നു ആ ടാൻജന്റ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ തരും ആ പോയിന്റിലുള്ള. ഇവിടെയാണ് നമ്മൾ ടാൻജന്റ് വരയ്ക്കുന്നതെങ്കിൽ, ഈ പോയിന്റിലാണ് ടാൻജന്റ് വരയ്ക്കുന്നതെങ്കിൽ ഇതാണ് ബിയുടെ ഡയറക്ഷൻ. ഇവിടെയാണ് ടാൻജന്റ് വരയ്ക്കുന്നതെങ്കിൽ ഇതാണ് ബിയുടെ ഡയറക്ഷൻ. ഇവിടെയാണ് ടാൻജന്റ് വരയ്ക്കുന്നതെങ്കിൽ അതാണ് ബിയുടെ ഡയറക്ഷൻ. So whose tangent gives the direction of magnetic field at that point. That is the first property. Electric lines of force പോലെ തന്നെയാണ്. രണ്ടാമത്തെ പ്രോപ്പർട്ടി, no two lines of force will intersect. രണ്ട് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇന്റർസെക്ട് ചെയ്യുന്നില്ല. അതായത് ഇന്റർസെക്ട് ചെയ്താൽ എന്താണ് സംഭവിക്കുക? ഇഫ് ദ ഇന്റർസെക്ട്, ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് ഞാൻ വരയ്ക്കുകയാണ്, ഇന്റർസെക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോവുകയാണെന്ന് വിചാരിച്ചു, മറ്റൊരു ലൈൻ ഓഫ് ഫോഴ്സ് ഇന്റർസെക്ട് ചെയ്യുകയാണെങ്കിൽ അറ്റ് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ വി ക്യാൻ ഡ്രോ ടു ടാൻജൻസ്. ഒരു ടാൻജന്റ് നമുക്ക് ഇങ്ങനെയും വരയ്ക്കാം, ഈ ലൈനിനും വരയ്ക്കാം, ഒരു ടാൻജന്റ് ഇങ്ങനെയും വരയ്ക്കാം. ഇങ്ങനെ രണ്ട് ടാൻജന്റ് വരയ്ക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം രണ്ട് ഡയറക്ഷൻ ഉണ്ട് മാഗ്നറ്റിക് ഫീൽഡിന് എന്നാണ്, വിച്ച് ഈസ് നോട്ട് പോസിബിൾ.
ഒരു പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡിന് രണ്ട് ഡയറക്ഷൻ അതിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് രണ്ട് ലൈൻസ് ഓഫ് ഫോഴ്സിന് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് മൂന്നാമത്തെ പ്രോപ്പർട്ടി. ഒന്നാമത്തെ പ്രോപ്പർട്ടി മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ ക്ലോസ്ഡ് കർവ്സ്. രണ്ടാമത്തെ പ്രോപ്പർട്ടി the tangent to the magnetic lines of force will give the direction of magnetic field. മൂന്നാമത്തത് no two lines of force will intersect. നാലാമത്തെ പ്രോപ്പർട്ടി the number of lines of force per unit area will give the strength of magnetic field at that area. Lines of force in the strength, number of lines of force per unit area will give the strength of magnetic field or the intensity of magnetic field at that point. ഇപ്പോൾ പറയാണ് ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു ഏരിയ ഞാൻ മാർക്ക് ചെയ്യാണ്. ഇവിടെ ഒരു ഏരിയ വരച്ചു. അതേ ഏരിയ തന്നെ ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്. അതേ വലിപ്പമുള്ള അല്ലെങ്കിൽ അതേ ഏരിയ ഇവിടെ വരയ്ക്കും. ഇതിനകത്തുള്ള നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ്, ഈ വരച്ച ചിത്രത്തിൽ 1 2 3 4 5 6 ലൈൻസ് ഓഫ് ഫോഴ്സ് ഉണ്ട്. അതേ ഏരിയ ഇവിടെ വരച്ചപ്പോൾ അതിൽ കൂടെ ഒറ്റ ഒന്നേ കടന്നു പോകുന്നുള്ളൂ. So the number of lines of force per unit area will give the strength of magnetic field at that point. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിന് സ്ട്രെങ്ത് കൂടുതലാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, രണ്ട് പോൾസിലുമാണ് സ്ട്രെങ്ത് കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡിന് എന്ന് പറഞ്ഞു കഴിഞ്ഞതാണ്. അതേസമയം അതിൻ്റെ സൈഡിലൊക്കെ താരതമ്യേന സ്ട്രെങ്ത് കുറവാണ്, അറ്റോമിക് തിയറി ഓഫ് മാഗ്നറ്റിസം പ്രകാരം അങ്ങനെ കുറവാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഒറ്റ ലൈൻ ഓഫ് ഫോഴ്സ് ഉള്ളൂ. അതിൻ്റെ അർത്ഥം ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിന് സ്ട്രെങ്ത് കുറവാണ്. സോ ദീസ് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. ഒന്ന്, ദേ ആർ ക്ലോസ്ഡ് കർവ്സ്. അൺലൈക്ക് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ്, അത് ഒരിക്കലും ക്ലോസ്ഡ് കർവ്സ് ആവണമെന്ന് നിർബന്ധമില്ല. ഡൈപോളൊക്കെ ആണെങ്കിൽ മാത്രമേ ക്ലോസ്ഡ് കർവ് ആവുള്ളൂ. രണ്ടാമത്തെ പ്രോപ്പർട്ടി ടാൻജന്റ് ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. മൂന്നാമത്തെ പ്രോപ്പർട്ടി ദേ വിൽ നെവർ ഇന്റർസെക്ട്. നാലാമത്തെ പ്രോപ്പർട്ടി number of lines of force per unit area will give the strength of magnetic field at that place. Okay. അപ്പോൾ ഇതിൽ നിന്നാണ്, ഇതുമായിട്ട് ബന്ധമുള്ള ഒരു കാര്യമാണ് ഞാൻ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഗോസസ് തിയറം ഇൻ മാഗ്നറ്റിസം. ഗോസസ് തിയറം ഇൻ മാഗ്നറ്റിസം. Gauss's theorem in electrostatics നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് ഓർമ്മ പുതുക്കാം. That is the surface integral of electric field over a closed surface. അല്ലേ? Over a closed surface is equal to എന്തായിരുന്നു? 1/epsilon 0 times the charge enclosed by the surface. അല്ലേ? പക്ഷേ അതിന് നമ്മൾ വേറൊരു തരത്തിലും പറയും. The total electric flux over a closed surface is equal to 1/epsilon 0 times the charge enclosed by the path അല്ലെങ്കിൽ by the surface എന്ന് പറയും. അപ്പോൾ അതേപോലെ നമ്മൾ മാഗ്നറ്റിസത്തിലെ ഗോസസ് തിയറം പറയുകയാണെങ്കിൽ അത് ശരിയാകില്ല. ഇവിടെ നമ്മൾ പറയുന്നത് ഗോസസ് തിയറം ഇൻ മാഗ്നറ്റിസം സ്റ്റേറ്റ്സ് ദാറ്റ് ദി സർഫസ് ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു 0 ടൈംസ് എന്നൊന്നും പറയണ്ട, ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ദി സർഫസ് ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു 0. അല്ലെങ്കിൽ the total magnetic flux through a closed surface is equal to 0. ഇതാണ് ഗോസസ് തിയറം ഇൻ മാഗ്നറ്റിസം. അതിൻ്റെ മാത്തമാറ്റിക്കൽ ഫോം എഴുതുമ്പോൾ ഇന്റഗ്രൽ B.ds ഇങ്ങനെയാണ് എഴുതുക. ഓവർ എ ക്ലോസ്ഡ് സർഫസ് കാണിക്കാൻ ഇത് ഇന്റഗ്രലിൻ്റെ മുകളിൽ വട്ടമിട്ടാൽ മതി. ക്ലോസ്ഡ് സർഫസ് ആണെന്ന് കാണിക്കാൻ ഇസ് ഈക്വൽ ടു 0. അതിനെ അല്ലെങ്കിൽ നമുക്ക് പറയാം മാഗ്നറ്റിക് ഫ്ലക്സ് phi is equal to integral B.ds is equal to 0. Surface integral of magnetic flux over a closed surface is equal to 0. That is a Gauss's theorem in magnetism. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളിലെല്ലാം ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും സിമിലർ ആയിരുന്നു. എല്ലാ ഇക്വേഷൻസും അക്ഷരങ്ങൾ മാത്രമേ നമ്മൾ മാറ്റിയിരുന്നുള്ളൂ. ഇതിൽ മാത്രം എന്താണ് ഇങ്ങനൊരു വ്യത്യാസം വരുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വ്യത്യാസം വന്നതെന്ന് ആലോചിച്ച് നോക്കുക. മറ്റേതിലെ ക്ലോസ്ഡ് സർഫസിലെ സർഫസ് ഇന്റഗ്രൽ 0 അല്ലായിരുന്നു, Q/epsilon 0 ആയിരുന്നു. ഇവിടെ അത് 0 ആവുകയാണ്. എന്തുകൊണ്ടാണ് അതിൻ്റെ വ്യത്യാസം വരുന്നത്? നമുക്ക് ഒരു ഇലക്ട്രിക് ചാർജ്, ഒരു പ്ലസ് ചാർജ് ആണെന്ന് വിചാരിക്കും. അതിൽ നിന്നുള്ള ലൈൻസ് ഓഫ് ഫോഴ്സ് പുറത്തേക്കായിരിക്കും. അതേസമയം ഒരു മൈനസ് ചാർജ് ആണെങ്കിൽ അതിലേക്കുള്ള ലൈൻസ് ഓഫ് ഫോഴ്സ് എപ്പോഴും ഉള്ളിലേക്കായിരിക്കും. ഇങ്ങനെയാണ് ഫീൽഡ് ലൈൻസ് അല്ലെങ്കിൽ ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ നമ്മളൊരു യൂണിറ്റ് ഏരിയ എടുക്കുകയാണെങ്കിൽ അതിലേക്ക് അതിൽ കൂടെ കടന്നു പോകുന്ന ലൈൻസ് ഓഫ് ഫോഴ്സിന് എണ്ണമുണ്ട്. അതേമാതിരി ഒരു നെഗറ്റീവ് ചാർജിൻ്റെ ചുറ്റുമുള്ള ഒരു യൂണിറ്റ് ഏരിയ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടി കടന്ന് അതിലേക്ക് വരുന്ന ലൈൻസ് ഓഫ് ഫോഴ്സിന് അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സിന് ഒരു നിശ്ചിത എണ്ണമുണ്ട്. അതേസമയം ഇവിടെയാണെങ്കിലോ ഒരു മാഗ്നറ്റിക് ഡൈപോളിന് ചുറ്റുമുള്ള അതേപോലെ ഒരു യൂണിറ്റ് ഏരിയ എടുക്കുകയാണെങ്കിൽ അതിനകത്തേക്ക് ലൈൻസ് ഓഫ് ഫോഴ്സ് കടന്നു പോകുന്നുണ്ട്, അത് പുറത്തേക്ക് പോകുന്നുണ്ട്. എത്രമാത്രം അതിനകത്തേക്ക് കടന്നു വരുന്നു അത്രയും പുറത്തേക്ക് പോകുന്നുണ്ട്. ഇത് ക്ലോസ്ഡ് കർവാണ്, ഇത് ചുറ്റി വരുന്നുണ്ട്.
ഇങ്ങോട്ട് പോയിട്ട് പിന്നെയും തിരിഞ്ഞ് ഇതിനകത്തേക്ക് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഒന്നിനെ നമ്മൾ പോസിറ്റീവ് വാല്യൂ ആയിട്ട് എടുക്കുകയാണെങ്കിൽ മറ്റേതിനെ നെഗറ്റീവായിട്ട് എടുക്കേണ്ടി വരും. അങ്ങനെയാണ് ടോട്ടൽ 0 ആകുന്നത്. ഇവിടെ അങ്ങനെ ഇല്ല. ഇത് പുറത്തേക്ക് പോവുക മാത്രമേ ചെയ്യുന്നുള്ളൂ, അത് ചുറ്റി അകത്തേക്ക് വരുന്നില്ല. അതേപോലെ നെഗറ്റീവിൽ ഉള്ളിലേക്ക് വരിക മാത്രമേ ചെയ്യുന്നുള്ളൂ, പിന്നെ പുറത്തേക്ക് പോകുന്നില്ല. അതേസമയം ഇവിടെ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇവിടെ ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് 0 ആയിട്ട് വരുന്നത്. അപ്പം ഇതിൻ്റെ പ്രധാന ഇംപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ മോണോപോൾസ് ഡു നോട്ട് എക്സിസ്റ്റ്. അതായത് സിംഗിൾ പോൾസ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു N മാത്രമോ ഒരു S മാത്രമോ ആയിരുന്നെങ്കിൽ ഇതാവുമായിരുന്നില്ല കഥ. രണ്ടും കൂടി ഒന്നിച്ച് വരുന്നത് കൊണ്ടാണ് എന്നിൽ നിന്ന് തുടങ്ങി എസ്സിലേക്ക് അവസാനിക്കുന്നു, അല്ലെങ്കിൽ എസ്സിൽ നിന്ന് തുടങ്ങി എന്നിൽ കൂടെ ഇങ്ങനെ കടന്നു പോകുന്നത് കൊണ്ടാണ് ഈ രീതിയിൽ വരുന്നത്. അപ്പോൾ മോണോപോൾസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു ഇംപ്ലിക്കേഷനാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രൂഫാണ് ഗോസസ് തിയറം ഇൻ മാഗ്നറ്റിസം. അപ്പോൾ ഗോസസ് തിയറം ഇൻ മാഗ്നറ്റിസം പ്രൂവ്സ് ദാറ്റ് monopoles do not exist, and it also implies that there is no counterpart for electric charges in magnetism. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഇലക്ട്രിക് ചാർജസ് ഉണ്ട്, സിംഗിൾ ആയിട്ടുള്ള ഇലക്ട്രിക് ചാർജസ് ഉണ്ട്, പോസിറ്റീവ് ചാർജ് ഉണ്ട്, അതുപോലെ നെഗറ്റീവ് ചാർജ് ഉണ്ട്, ഓരോന്ന് നമുക്ക് പെറുക്കി പറയാം. അതേമാതിരി മാഗ്നറ്റിസത്തിൽ ഒന്നുമില്ല. ഒരു നോർത്ത് പോൾ ഒരു സൗത്ത് പോൾ അങ്ങനെ പറയാൻ പറ്റില്ല. എപ്പോഴൊക്കെ ഒരു നോർത്ത് പോൾ ഉണ്ടോ അപ്പോഴൊക്കെ അതിൻ്റെ ഒപ്പം ഒരു സൗത്ത് പോൾ. ഇത് രണ്ടുമാണ് ഇതിൻ്റെ ഇംപ്ലിക്കേഷൻസ്. ഒന്ന്, മോണോപോൾസ് ഡു നോട്ട് എക്സിസ്റ്റ്. രണ്ടാമത്തെ കാര്യം, ഇൻ മാഗ്നറ്റിസം ദർ ഈസ് നോ കൗണ്ടർ പാർട്ട് ഫോർ free charges. Okay. Now Gauss's theorem in magnetism states that the total magnetic flux through a closed surface is equal to 0. Okay. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ട കാര്യങ്ങളൊന്നും കൂടെ ഓർമ്മിക്കുക. നമ്മൾ ആദ്യം പഠിച്ചത് മാഗ്നറ്റിക് ഡൈപോൾ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ അതിനുണ്ടാകുന്ന ഓസിലേഷൻസിൻ്റെ ടൈം പീരീഡ് നമ്മൾ കണ്ടുപിടിച്ചു. അതുമാതിരി ഡൈപോളിൻ്റെ പൊട്ടൻഷ്യൽ എനർജിക്കുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. പിന്നെ നമ്മൾ പഠിച്ചത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതുപോലെ ഗോസസ് തിയറം ഇൻ മാഗ്നറ്റിസം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എൻ്റെ നോട്ട്സൊക്കെ എഴുതിയെടുക്കുക. നന്ദി.